ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സിമ്പിൾ റെസിപ്പീസാണ്, ഫ്രൂട്ട് ചാട്ടും മിക്സഡ് വെജിറ്റബിൾ സലാഡും. ഫ്രൂട്ട് ചാട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് വേണ്ടത് ആപ്പിൾ അരക്കപ്പ്, ഫ്രൂട്ട്സ് എല്ലാം അരക്കപ്പ് വീതമാണ് എടുക്കുന്നത്. ഒരു 7-8 പേർക്ക് സെർവ് ചെയ്യത്തക്ക രീതിയിലുള്ള അളവിലാണ് എടുക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ചാട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ആപ്പിളും ഓറഞ്ചും അനാറും പീറും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ വേണ്ടത് അധികം വെള്ളമൊന്നുമില്ലാതെ നല്ല കട്ടത്തൈര്, അധികം പുളിയില്ലാതെ കട്ടത്തൈര് ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു ചാട്ട് മസാല 1 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. തൈര് ഒഴിക്കുമ്പം തൈര് അധികം വെള്ളമില്ലാത്തത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഐസ്ക്രീം ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഫ്രൂട്ട് കട്ട് ചെയ്ത് നല്ല കട്ട തൈര് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട് ചാട്ട് തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. രണ്ടാമത്തേത് മിക്സഡ് വെജിറ്റബിൾ സലാഡ്. നല്ല ചെറിയൊരു എരിവോടുകൂടി ഒരു സലാഡാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഗ്രില്ല് ചിക്കൻ്റെയും തന്തൂരി ചിക്കൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, ബിരിയാണിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സലാഡാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സലാഡിന് ആവശ്യമായ കുക്കുംബർ നീളത്തിൽ അരിഞ്ഞത് കുക്കുംബർ ചേർത്ത് കൊടുക്കുക. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ടൊമാറ്റോ ഇവയെല്ലാം 1/2 കപ്പ് വീതം നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പർപ്പിൾ ക്യാബേജ് 1 കപ്പോളം ചേർത്ത് കൊടുക്കുക, അത് നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ബർഗ് ലെറ്റൂസും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒലീവ്സാണ്, ഒരു 1/2 കപ്പോളം ഒലീവ്സ് ചേർത്ത് കൊടുക്കുക. സ്വീറ്റ് കോൺ ഒരു 1/2 കപ്പ് എടുക്കുന്നുണ്ട്, അതും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കൊറിയൻഡർ മിൻറ്റ് ലീവ്സ് ആണ്, മല്ലിയില, മിൻറ്റ്, പുതിന ഇല ഓരോ ടേബിൾ സ്പൂൺ വീതം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം വലുപ്പമുള്ള നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമായിട്ട് മുളക് ചതച്ചത് 1 ടീസ്പൂണും കുരുമുളക് ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ കുരുമുളകും ചേർക്കാതെ ഇരിക്കാം. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ല ആരോഗ്യത്തിനും ഹെൽത്തിനും ഒക്കെ നല്ലപോലെ യൂസ്ഫുള്ളായ നല്ല ഒരു സലാഡ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.